ആ യുദ്ധത്തിൽ ഇസ്ലാമിന് വലിയ വിജയം ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടായ സമയത്ത് ആ യുദ്ധം കഴിഞ്ഞ് ഒരുപാട് ഗനീമത്ത് സ്വത്തുക്കൾ ഇസ്ലാമിന് കിട്ടുകയാണ്. ആ ഗനീമത്ത് സ്വത്തുക്കൾ മുഴുവനുമായി അവർ വന്ന സ്ഥലമാണ് ജെറാന എന്ന് അറിയപ്പെടുന്ന സ്ഥലം. ചരിത്രങ്ങൾ ഒരുപാട് നീളം കൂടിയതാണ്, അതിലേക്കൊന്നും കടക്കില്ല. ജസ്റ്റ് ഇങ്ങനെ ഭാഗത്തു കൂടെ മാത്രം, ഇങ്ങനെ ഒരു ഭാഗത്തു കൂടെ കടന്നു പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യോദ്ധാവായിട്ട് യുദ്ധത്തിലേക്ക് പടപൊരുതിയ ഒരു രംഗമൊക്കെ ഉണ്ട്. വളരെ രസകരമായ ഒരു രംഗമൊക്കെ ഉണ്ട് അതിൽ. അങ്ങനെ കൂടുതലായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ആ സ്വത്തുകളുമായി അവരെല്ലാവരും തിരിച്ചു വന്നത് ജിറാനയിലേക്കാണ്. വരുന്ന സമയത്ത് യുദ്ധത്തിൽ ബന്ദിയാക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ബന്ദിയാക്കി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങളെ നേതാവിൻ്റെ പെങ്ങളാണെന്ന് പറയുന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു ചരിത്രമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെങ്ങളാണെന്നൊരു സ്ത്രീ പറയാണ്. ബന്ദിയാക്കപ്പെട്ട് കൊണ്ടുവരുന്നതിൽ നിന്ന് സ്ത്രീയാണ് പറയുന്നത്, നിങ്ങൾ എന്നെ ബന്ധിപ്പിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങളെ നേതാവിൻ്റെ പെങ്ങളാണെന്ന്. അപ്പോൾ സ്വഹാബത്തിന് സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബം മുഴുവനും ഖുറൈശികൾ മക്കയിലാണല്ലോ, തായിഫുകാരായ കുടുംബമുള്ളതായിട്ടും നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ സ്വഹാബത്ത് പോയി റസൂലുള്ളാഹിനെ ചോദിക്കുന്നുണ്ട്, നബിയെ ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങയുടെ പെങ്ങളാണെന്ന്, സഹോദരിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ആ സഹോദരിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ എൻ്റെ പെങ്ങളാകുന്നത്? അപ്പോൾ ഉടനെ ആ സ്ത്രീ പറയാണ്, അങ്ങയെ ചെറുപ്പകാലത്ത് മുലയൂട്ടാൻ കൊണ്ടുപോയ ഹലീമ ഉമ്മായുടെ മകൾ ഷെയ്മയാണെന്ന് പറയുകയും